നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീജ്വാല പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേസിൽ ഇരയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട സർക്കാർ പ്രതിയുടെ കാവലാളാകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന ആരോപണം. വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച കേസിൽ പ്രതി പാൽരാജിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. FIR-ൽ പറയുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പാൽരാജ് പ്രകോപനമുണ്ടാക്കുകയായിരുന്നു എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് പാൽരാജിന്റെ കുടുംബം രംഗത്ത്. ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിൽ. ഡോക്ടർമാരുടെ കുറവും മരുന്നുകളുടെ അഭാവവും ആദിവാസി തോട്ടം മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെന്ന ആവശ്യത്തോട് ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥ കാട്ടുകയാണെന്നും ആരോപണം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതി നടത്തിയ തട്ടിപ്പിനിരയായവർ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും പരാതിയുമായി രംഗത്ത്. വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പരാതി നൽകിയിരുന്നത് കാഞ്ചിയാർ സ്വദേശിനി സിന്ധു മനോജിനെതിരെ. ഇവർ തട്ടിയെടുത്തത് 15ലധികം പേരിൽ നിന്നായി 20 ലക്ഷത്തിലധികം രൂപയെന്ന വിവരം. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ കേസിൽ ഇരയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട സർക്കാർ പ്രതിയുടെ കാവലാളാകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്ത്രീജ്വാല പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാളയാറിൽ നിന്നും ആരംഭിച്ച ജ്യോതി പ്രയാണം വണ്ടിപ്പെരിയാറിൽ എത്തിയതോടെയാണ് പ്രതിഷേധ പരിപാടി നടന്നത്. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് KPCCയുടെ നേതൃത്വത്തിൽ നീതി നിഷേധത്തിനെതിരെ സ്ത്രീ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. വാളയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ മാതാവിൽ നിന്നും ആൻ സെബാസ്റ്റ്യൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അരിത ബാബു, VK ഷിബിന എന്നിവർ ഏറ്റുവാങ്ങിയ ദീപശിഖ സ്ത്രീ പ്രതിഷേധ ജ്വാല സമ്മേളന വേദിയിൽ സ്ഥാപിച്ചു. വണ്ടിപ്പെരിയാർ കക്കിക്കവലിൽ നിന്നും ദുഃഖസൂചകമായി കറുപ്പ് വസ്ത്രങ്ങളണിഞ്ഞ കറുപ്പ് ബലൂണുകളുമേന്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ആയിരക്കണക്കിന് വനിതകൾ പ്രകടനത്തിൽ പങ്കെടുത്തു. മകളെ മാപ്പെന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രതിഷേധ റാലി നടന്നത്. കേരളത്തിന്റെ മണ്ണിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി ലഭിക്കും വരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നിലുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും അണിഞ്ഞു നിരക്കുന്ന സ്ത്രീജ്വാല ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഈ നാടിന്റെ മണ്ണിൽ നീതി ലഭ്യമാകും വരെയുള്ള പോരാട്ടത്തിന് തയ്യാറെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അമ്മമാർ അണിനിരക്കുന്ന ബഹുജന റാലി, ആയിരക്കണക്കിന് അമ്മമാർ അണിനിരക്കുന്ന സ്ത്രീജ്വാല ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ ജ്വാലയുടെ ഉദ്ഘാടന യോഗത്തിൽ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വാദിഭാഗം വക്കീലായി അഡ്വക്കേറ്റ് S അശോകന്റെ സബ്മിഷൻ തള്ളി ഇടതുപക്ഷ അനുഭാവിയായ പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ട് സർക്കാർ കേസ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇരയുടെ കുടുംബത്തിന് സംരക്ഷണമൊരുക്കേണ്ട സർക്കാർ പ്രതിക്ക് രക്ഷാകവചമൊരുക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ രക്ഷാകവചവുമായി നിൽക്കുന്നതാണ്. ഇരയെ സംരക്ഷിക്കേണ്ട സർക്കാർ, ഇരയെ സംരക്ഷിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ബാധ്യപ്പെട്ട സർക്കാർ ഇരയെ സംരക്ഷിക്കാതെ പ്രതിയുടെ ഗോഡ് ഫാദർ ആകുന്ന കാഴ്ചയാണ് ഈ കേസിൽ നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. എന്നിട്ട് ഒരു ഗവൺമെന്റും പോലീസ് സംവിധാനവും ഒരു പ്രസ്ഥാനവും അത് ചെയ്ത പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ്.
ഞാൻ ഈ കേസിന്റെ തുടക്കം മുതൽ അതിന്റെ എല്ലാ ഘട്ടത്തിലും ഇടപെട്ട ഒരാളാണ്. മുഖ്യമന്ത്രിക്ക് നിരന്തരമായി കത്തുകൾ എഴുതിയ ആളാണ്. വാളയാറിലെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത്, ഈ വണ്ടിപ്പെരിയാറിലെ ഈ കുഞ്ഞിന് സംഭവിക്കരുത് എന്നാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് അന്ന് എഴുതിയ കത്തിലെ ആദ്യത്തെ വാചകം. നിങ്ങളൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. SC/ST അട്രോസിറ്റീസ് ആക്ടിന്റെ വകുപ്പ് ഇതിൽ ചേർക്കണം. ആ വകുപ്പ് ചേർത്തിരുന്നെങ്കിൽ ആ പാവപ്പെട്ട കുടുംബത്തിന് ഒരു ധനസഹായമായി. അത് ചെയ്തില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാൻ വേണ്ടി ഒരുപാട് വൈകി. എന്നിട്ട് പൂർണ്ണമായി തെളിവ് നശിപ്പിച്ചുകൊണ്ട് പ്രോസിക്യൂഷനും പോലീസും എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി പോസ്റ്റ്മോർട്ടം ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന ഒരു പാർട്ടിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ക്രൂരമായ ശ്രമമാണ്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, MP മാരായ ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി, ജെബി മേത്തർ, MLA മാരായ മാത്യു കുഴൽനാടൻ, ഉമാ തോമസ്, തമിഴ്നാട് MLA വിജയധരണി വിശ്വനാഥ പെരുമാൾ, കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, DCC പ്രസിഡന്റ് CP മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് റാലിയിൽ ഏന്തിയ കറുപ്പ് ബലൂണുകൾ MLA ഉമാ തോമസ് ആകാശത്തേക്ക് പറത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത്. വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച കേസിൽ പ്രതി പാൽരാജിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പാൽരാജ് പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നാണ് FIR-ൽ പറയുന്നത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് പാൽരാജിന്റെ കുടുംബം രംഗത്തെത്തി. അക്രമം കരുതിക്കൂട്ടിയല്ലെന്നാണ് ഇവരുടെ വാദം. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും വധിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കുട്ടി പാൽരാജ് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനാവശ്യ പ്രകോപനം ഉണ്ടാക്കിയത് പാൽരാജാണെന്നും FIR-ൽ പറയുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പാൽരാജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം പാൽരാജിനെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എന്നാൽ കേസ് അടിസ്ഥാനരഹിതമാണെന്നാരോപിച്ച പാൽരാജിന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. ഞങ്ങൾ ഓരോരുത്തരും പേടിച്ച് നടക്കുന്ന എന്റെ കെട്ടിവൻ ആരെയും അടിച്ചിട്ടുമില്ല, ആരെയും അടിക്കാൻ പോകുന്ന ആളുമല്ല. ദയവ് ചെയ്ത് ഈ കേരള ഗവൺമെന്റ് ഞങ്ങൾക്കൊരു നീതി തരണം. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. എന്റെ കുടുംബം മൊത്തം ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. അത് അച്ഛൻ തയ്ക്കുമ്പോ എപ്പോഴും അച്ഛൻ ഇവിടുന്ന് പോകുമ്പോ ബട്ടൺസ് വെക്കാൻ പോകും. അവിടെ പോയിട്ട് ഈ ബട്ടൺസ് പൊങ്ങിയിരിക്കുമ്പോ അത് കട്ട് ചെയ്യാനുള്ള സാധനമായിരുന്നു. അത് അച്ഛൻ കയ്യില് എപ്പോഴും പോയിട്ട് വരുമ്പോ കയ്യിലുണ്ടാവും. അച്ഛൻ അത്രേ ചെയ്തിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളായിരുന്നു കയ്യില്. കത്തി ഒന്നും എടുത്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കണ്ടിട്ട് വേണം പറയണ്ടേ, കാണാനൊന്നും പറഞ്ഞിട്ട് എന്താ ഇത്. ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ പിതാവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലെന്ന് പരാതി. ഡോക്ടർമാരുടെ കുറവും മരുന്നുകളുടെ അഭാവവും ആദിവാസി തോട്ടം മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെന്ന ആവശ്യത്തോട് ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥ കാട്ടുകയാണെന്നും ആരോപണമുണ്ട്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനമാണ് അവതാളത്തിലായിരിക്കുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരോ മരുന്നുകളോ ഇവിടെയില്ല. എന്നാൽ ദിവസവും നിരവധിയായ ജനങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. മെഡിക്കൽ ഓഫീസർ അടക്കം 2 ഡോക്ടർമാർ മാത്രമേ ഇപ്പോൾ ആശുപത്രിയിലുള്ളൂ. ഇത് കാരണം 50 കിടക്കകളുള്ള ആശുപത്രിയിൽ OP വിഭാഗം പോലും നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. 400ഓളം രോഗികളാണ് ഓരോ ദിവസവും OP-യിൽ മാത്രം ചികിത്സ തേടിയെത്തുന്നത്. 50 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. എന്നാൽ രാവിലെ എത്തുന്നവർ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നു. OP-യിലുള്ള ഡോക്ടർ ഉച്ചഭക്ഷണം പോലും ഉപേക്ഷിച്ച് രോഗികളെ നോക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ. PHC ആയിരുന്നപ്പോഴുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും ആശുപത്രിയിലുള്ളത്. പിന്നീട് ബ്ലോക്ക് PHC-ആയും തുടർന്ന് കമ്മ്യൂണിറ്റി സെന്ററായും ഉയർത്തി. എന്നാൽ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഒപ്പം മരുന്നുകളുടെ കുറവും വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ പറയുന്നു. സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളും ആദിവാസി മേഖലകളും ഉൾപ്പെടുന്നതാണ് ഉപ്പുതറ CHC എന്നറിയപ്പെടുന്നത്. അവിടെ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല. അതുപോലെ തന്നെ പല മരുന്നുകളും അവിടെ കിട്ടുന്നില്ല. സാധാരണക്കാരായ ആൾക്കാർക്ക്, തോട്ടം തൊഴിലാളികൾക്കും ആദിവാസികൾ മേഖലകളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് നിലവിൽ കുറിച്ചു കൊടുത്തുവിട്ട് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒരു രോഗി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല.
24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകണം. അതുപോലെ തന്നെ എല്ലാ മരുന്നുകളും സാധാരണക്കാർക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തി കൊടുക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. സിവിൽ സർജൻ അടക്കം 7 ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത്. എന്നാൽ ഒരു കാലത്തും 4-ൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിച്ചിട്ടില്ല. ഒരാൾ സ്ഥലം മാറിപ്പോകുകയും മറ്റൊരാൾ പ്രസവാവധിയിൽ പ്രവേശിക്കുകയും ചെയ്തതോടെ 2 പേർ മാത്രമാണ് ഇപ്പോഴുള്ളത്. DMOയുടെ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള ഓഫീസ് ആവശ്യങ്ങൾക്ക് പോകുന്നതിനാൽ മെഡിക്കൽ ഓഫീസറുടെ സേവനം പലപ്പോഴും ആശുപത്രിയിൽ ലഭിക്കാറില്ല. നഴ്സുമാർ ഉൾപ്പെടെ മറ്റു ജീവനക്കാരും കുറവാണ്. കണ്ണമ്പടി വനമേഖലയിലെ 12 ആദിവാസി കുടിയിലെയും പൂട്ടിക്കിടക്കുന്ന 4 തോട്ടങ്ങളിലെയും പാവപ്പെട്ടവർ ചികിത്സ തേടുന്ന സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കാരണം ആദിവാസി തോട്ടം മേഖലയിലെ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി മുടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ എക്സ്റേ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു. ഫാർമസി കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചില്ല. മതിയായ ജീവനക്കാരെ നിയമിച്ച് ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെന്ന ആവശ്യത്തിൽ ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥ കാട്ടുകയാണെന്നാണ് ആരോപണം. ഒപ്പം വിഷയത്തിൽ ഇടപെടാൻ ബ്ലോക്ക് പഞ്ചായത്തും തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടവരുത്തുന്നുണ്ട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതി നടത്തിയ തട്ടിപ്പിനിരയായവർ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും പരാതിയുമായി രംഗത്ത്. കാഞ്ചിയാർ സ്വദേശിനി സിന്ധു മനോജിനെതിരെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പരാതി നൽകിയിരുന്നത്. 15-ലധികം പേരിൽ നിന്നായി 20 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായാണ് വിവരം. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ പലരിൽ നിന്നായി കാഞ്ചിയാർ സ്വദേശിനിയായ സിന്ധു തട്ടിയെടുത്തതായാണ് പരാതിക്കാർ പറയുന്നത്. റഷ്യയിൽ ജോലി വാഗ്ദാനം നൽകി കോഴിക്കോട് സ്വദേശി ഷൌക്കത്ത് അലിയിൽ നിന്നും 2.5 ലക്ഷം, കാഞ്ഞിരപ്പള്ളി സ്വദേശി ബിബിനിൽ നിന്നും 2 ലക്ഷം, ബിബിന്റെ സഹോദരിയിൽ നിന്നും 35,000, എറണാകുളം സ്വദേശികളായ 3 പേരിൽ നിന്ന് 2 ലക്ഷം വീതം, ഏറ്റുമാനൂർ സ്വദേശിയിൽ നിന്നും 2.5 ലക്ഷം, കൂടാതെ കാസർഗോഡ് സ്വദേശികളായ ജസ്ന, ലിൻഡ എന്നിവരിൽ നിന്നെല്ലാം സിന്ധു മനോജ് പണം വാങ്ങിയതായാണ് പരാതി. പത്തനംതിട്ട സ്വദേശികളായ പുറമറ്റം സ്വദേശി TK സന്തോഷിൽ നിന്നും 45,000 രൂപയും മകൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ ജോയ്സ് എന്ന യുവതിയിൽ നിന്നും 75,000 രൂപയും ഇവരുടെ സഹോദരന്റെ മക്കളിൽ നിന്ന് 1,10,000 രൂപയും കൈക്കലാക്കിയതായും പരാതിയുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ ഇത് സംബന്ധിച്ച് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും സിന്ധു മനോജ് ഒളിവിൽ പോയതായും പരാതിക്കാർ പറയുന്നു. സിന്ധു പൈസ തരണം, അല്ലെങ്കിൽ സ്ഥലം വിട്ടു തരാമെന്ന് പറഞ്ഞു. ഞങ്ങളെ പോലെ പാവങ്ങളുടെ പൈസ മേടിച്ച് 2 വീട് വെച്ചു. ഒന്ന് മരുമോന് വീട് വെച്ച് കൊടുത്തു, മൂത്ത മകൾക്ക്. അത് വിറ്റിട്ട് 6 മാസം ഞാൻ പൈസ തരാമെന്നാണ് പറഞ്ഞത്. ആ 6 മാസം ഈ മാസം 31-ാം തീയതി തീരുവാ, 30-31 തീയതി തീരുവാ. ഇതുവരെ സിന്ധുവിനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. സിന്ധു വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലരെ തെറിയൊക്കെയാണ് സിന്ധു പറയുന്നത്. വിനീത എന്ന് പറഞ്ഞൊരു കൊച്ചു വിളിച്ചപ്പം തെറിയാണ് പറഞ്ഞത്. അവരുടെ മരുമോനും മകളും എല്ലാം കൂടെ തെറി പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ വിളിച്ചാൽ എടുക്കാതെ ഇരുന്നുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇത്രയും ജനങ്ങൾ, പല നാട്ടിൽ കിടക്കുന്ന ജനങ്ങളെല്ലാം കിടപ്പാടം വിറ്റും ഓട്ടോ പണയം വെച്ചും ഓട്ടോ വിറ്റും എല്ലാമാണ് വരുന്നത്. ലോൺ എടുത്ത് 10 രൂപ പലിശക്കൊക്കെ വരുന്നത് ലോൺ എടുത്തൊക്കെ. പിന്നീട് 6 മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന സിന്ധു മനോജ് മുദ്രപത്രത്തിൽ എഴുതി നൽകിയതിനെ തുടർന്ന് പരാതിക്കാർ പരാതി പിൻവലിച്ചിരുന്നു. ഈ കാലാവധി ജനുവരി 31-ന് പൂർത്തീകരിക്കാനിരിക്കെ ആർക്കും പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല, വിളിച്ചാൽ ഫോൺ എടുക്കാത്ത സാഹചര്യത്തിലാണ് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, കോട്ടയം, മുണ്ടക്കയം, ഏന്തയാർ, ഉപ്പുതറ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നും പരാതിക്കാർ പറയുന്നു. ഞാൻ എംബസി വരെ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ലെന്ന് വെച്ചാൽ ഒരു നമ്പർ വിളിച്ചു കഴിയുമ്പോൾ 3 നമ്പർ വരുന്നത്. ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യും. നമ്മൾ വിളിക്കുന്ന കാണുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പൈസ വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ഏകദേശം ഒരു 1,41,000 രൂപ വരെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, യാതൊരു പ്രതികരണവും ഇല്ല. പണം തിരികെ നൽകാത്തത് സംബന്ധിച്ച് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനൊപ്പം തങ്ങളുടെ അതാത് സ്റ്റേഷനുകളിലും പരാതി നൽകുമെന്നും കബളിപ്പിക്കപ്പെട്ടവർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാ ലോണും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നത്. പെട്ടെന്ന് പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ ഇപ്പം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, ഇങ്ങോട്ടൊന്നും ഒരു റെസ്പോണ്ട് ഒന്നുമില്ല. അതത് പോലീസ് സ്റ്റേഷനുകളിൽ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ, ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേഷനിലൂടെ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവരുടെ തട്ടിപ്പിൽ നിരവധി ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ 8 മാസം മുന്നേ വീടിനെ വിളിച്ചാണ് ഇതേപോലെ പരാതി പറഞ്ഞിരുന്നു. അങ്ങനെ ആകുമ്പോൾ അത് വിഷയമായപ്പോഴാണ് അവർ നമുക്ക് കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ് കണ്ട് എഗ്രിമെന്റ് എഴുതിയത്. അപ്പോൾ ഈ എഗ്രിമെന്റ് വരുന്ന 30-ാം തീയതി 2024 30-ാം തീയതിയോടുകൂടി എഗ്രിമെന്റ് തീരുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ അവർ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണില്ല. അപ്പോൾ ഡിസംബർ 1ലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ജനുവരി എഗ്രിമെന്റ് തീരുന്ന സമയമാകുമ്പോൾ കാശ് തരാമെന്നുള്ളൊരു ഉറപ്പ് അങ്ങ് തന്നിരുന്നു.
ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ജനുവരി ആദ്യത്തേക്ക് വിളിക്കുമ്പോൾ അവര് ഫോൺ സ്വിച്ച് ഓഫ് ആയി കാണാൻ നിൽക്കുന്നത്. പലരും ഇതിന്റെ പിന്നാലെ നടന്ന ജീവിതം തകർന്നവരാണെന്നും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം. ജനുവരി 9 ഗവർണറെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന പരിപാടി ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ഏറ്റവും പ്രയോജനപ്പെടുന്നത് വ്യാപാര സമൂഹത്തിനാണെന്നും നേതാക്കൾ പറഞ്ഞു. പ്രധാനമായ ബില്ലുകളിൽ ഒപ്പിടാതെ ഇടുക്കിയിലെ വ്യാപാര സമൂഹത്തെയും കർഷക സമൂഹത്തെയും ഉൾപ്പെടെ വെല്ലുവിളിക്കുന്ന ഗവർണറെ ബഹിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് തയ്യാറാകാതെ ഇടുക്കിയിലെ കർഷകരുടെ പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ പ്രകടിപ്പിക്കുന്ന ദിവസം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗവർണറെ ജില്ലയിൽ കൊണ്ടുവരുന്നത് തികച്ചും നിഷേധപരമായ നിലപാടാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഗവർണർ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒപ്പിടാൻ എന്തെങ്കിലും ജനവിരുദ്ധമായ നടപടികളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരിച്ചയക്കുകയായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് അയക്കാതെ തന്നെ അതിന്റെ മേളിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്താതെ വൈകിപ്പിക്കുന്നത് ഇവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടാക്കാനും ഈ മേഖലയിലെ ആളുകളെ ആകെ ഒരു സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത് ഇവിടുത്തെ ചെറുകിട വ്യാപാര മേഖലയിലുള്ള ചെറുകിട കച്ചവടക്കാർക്കാണ്. ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ വ്യാപാര സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന ഈ പരിപാടികളിൽ നിന്ന് ഏകോപന സമിതി പിൻവലിയണം, ഈ നടപടികളിൽ നിന്ന് പിന്മാറണം എന്നാണ് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നത്. ഇതുമായിട്ട് ഗവർണർ 9-ാം തീയതി ജില്ലയിൽ പങ്കെടുക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പ്രതിഷേധ പരിപാടികളിലും സജീവമായിട്ട് നേതൃത്വം കൊടുക്കുവാനായിട്ട് വ്യാപാരി വ്യവസായി സമിതി ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ദ്രോഹകരമായി മാറുന്ന സമീപനങ്ങളുമായി ഇവിടുത്തെ അരാഷ്ട്രീയവാദികളുമായിട്ട് ഇവിടുത്തെ കച്ചവട സമൂഹത്തിന്റെ ഒരു വിഭാഗം നടത്തുന്ന ഈ പരിശ്രമങ്ങൾ ഹീനകരമാണ് എന്നാണ് വ്യാപാരി വ്യവസായി സമിതിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുവാനുള്ളത്. പരിപാടി നടത്തുന്നവർ അതിൽ നിന്ന് പിന്തിരിയണം. കൂടാതെ 9 നടക്കുന്ന ജില്ലാ ഹർത്താലിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ സാജൻ കുന്നേൽ, റോജി പോൾ, നൌഷാദ് ആലുമൂട്ടിൽ, ബിനു നെല്ലിക്കുന്നേൽ, മജീഷ് ജേക്കബ് എന്നിവർ അറിയിച്ചു. ജനുവരി 9 LDF ഇടുക്കിയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പട്ടികജാതി ക്ഷേമസമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഗുണഭോക്തൃ സമൂഹം എന്ന് പറയുന്നത് കച്ചവട സ്ഥാപനങ്ങൾക്ക് പട്ടയം, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് പട്ടയം കിട്ടും എന്നുള്ളതുകൊണ്ട് വ്യാപാര സമൂഹം തന്നെയാണ്. അപ്പോൾ ഒരുപറ്റം അരാഷ്ട്രീയവാദികളായിട്ടുള്ള കപട പരിസ്ഥിതിവാദി മൗലികവാദികളായിട്ടുള്ള ആളുകളെ കൂടി കൂട്ടുപിടിച്ച് ഇടുക്കി ജില്ലയിലെ ഒരു വിഭാഗം വ്യാപാരികൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെ രാജ്ഭവൻ മാർച്ച് നിശ്ചയിച്ചിട്ടുള്ള 9-ാം തീയതി ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലയിൽ സമ്പൂർണ്ണ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്ന ഗവർണർ 9 ജില്ലയിലെത്തുന്ന പരിപാടി ബഹിഷ്കരിക്കണമെന്നും അതിന് മുൻകൈയെടുക്കുന്ന സംഘടനകൾ ഗവർണറുടെ പരിപാടി ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരെയാണെന്ന് തിരിച്ചറിഞ്ഞ പരിപാടി ഉപേക്ഷിക്കണമെന്നും പട്ടികജാതി ക്ഷേമസമിതി നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി KG സത്യൻ, പ്രസിഡന്റ് R ഈശ്വരൻ, PS സുരേഷ് എന്നിവർ പങ്കെടുത്തു. നവീകരിച്ച മൂന്നാർ ബോഡിമെട്ട് പാതയുടെ ഉദ്ഘാടനം നടന്നിട്ടും അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി നടപ്പിലായില്ല. വന്യമൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ റോഡ് മുറിച്ചു കടക്കുന്നതിനായിട്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. ദേശീയപാതയിൽ 3 കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കുവാനുള്ള അണ്ടർപാസുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണിത്. കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിൽ ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ബോഡിമെട്ടിനടുത്ത് തൂണ്ടിമല, മൂലത്തറ, ആനയിറങ്കൽ എന്നിങ്ങനെ 3 സ്ഥലങ്ങളാണ് ഇതിന് കണ്ടെത്തിയത്. റോഡിനായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തു നിന്നും മുറിച്ചു മാറ്റിയ മരങ്ങൾക്ക് ദേശീയപാത വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾക്ക് പാസേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അണ്ടർ പാസേജിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലപ്പോഴും വാഹനങ്ങൾ വന്യമൃഗങ്ങൾ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്കുള്ള സംഭവവികാസങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അണ്ടർ പാസേജിങ്ങിന് വേണ്ടിയിട്ട് വനം വകുപ്പ് തന്നെ പ്രപ്പോസൽ കൊടുത്തുകൊണ്ടാണ് ആ പണിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അടച്ചിരിക്കുന്നത്.
6,90,00,000 രൂപയാണ് ഇതിനായി ദേശീയപാതാ വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി എന്ന ക്യാമ്പയിൽ അടച്ചത്. 1.5 വർഷം മുമ്പ് ദേശീയപാതാ വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർ ബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനംവകുപ്പ് ക്യാമ്പ് സമർപ്പിച്ചിരുന്നു. ദേവികുളം ഗ്യാപ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ 4 മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നിട്ടും പദ്ധതി നീണ്ടുപോവുകയാണ്. വന്യമൃഗങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റോഡിൽ അണ്ടർ പാസേജ് റോഡുമായിട്ട് ടച്ച് ചെയ്യാതെ വാഹനങ്ങൾക്കും ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 3 സ്ഥലങ്ങൾ മൂലത്തറയും തോണ്ടിമലയും അതുപോലെ ആനയിറങ്കൽ ഭാഗത്തും 3 അണ്ടർ പാസേജ് നിർമ്മിക്കുമെന്ന് ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും അങ്ങനെ ഒരു നീക്കം ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ NHന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായി കണ്ടിട്ടില്ല. വനം വകുപ്പിന് ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അധികൃതരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയപാതയിൽ പല ഭാഗത്തും കാട്ടാന റോഡിലിറങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. മാസങ്ങൾക്ക് മുൻപ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചൂണ്ടലിനു സമീപം ചക്കക്കൊമ്പന്റെ ദേഹത്ത് കാറിടിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്യാപ്പ് റോഡിൽ കാട്ടുപോത്ത് ഇറങ്ങിയത് പരിഭ്രാന്തി പരത്തിയിരുന്നു. INDUC കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റായി പ്രശാന്ത് രാജു ചുമതലയേറ്റു. കട്ടപ്പന രാജീവ് ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങ് INDUC ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയോട് സർക്കാർ അവഗണന കാണിക്കുകയാണെന്നും ആ മേഖലയിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. INDUC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടൂക്കാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എത്ര അടിമകളായിട്ട് ജീവിച്ചോ ഈ ഇന്ത്യയിലെ ജനങ്ങൾ, അതിനേക്കാളും അപകടത്തിലാണ് കട്ടപ്പനയിലെ നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട സഹോദരന്മാരും വളരെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന കാര്യം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റ് എനിക്ക് ആ സമയം തന്നപ്പം ആ സമയം ഡേറ്റും രമേശ് ചെന്നിത്തല വീട്ടിൽ വെച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ആ സ്ഥാനം തന്ന് ആ മുഹൂർത്ത സമയത്ത് ബഹുമാനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറെ ആ സ്ഥാനമേക്ക് തന്ന് മരിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരു ഡേറ്റ് തന്നു. ആ ഡേറ്റിലെ നമ്മുടെ വക്കം പുരുഷോത്തമൻ, തൊഴിലുവകുപ്പ് മന്ത്രിയായിരുന്ന വക്കം പുരുഷോത്തമൻ മരണപ്പെട്ടു. അപ്പൊ 2 ചടങ്ങുകളും എനിക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും വീണ്ടും ആ സ്ഥാനം തന്നെ തൊടുപുഴ വെച്ച് ഏറ്റെടുക്കുകയായിരുന്നു. INDUC കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത പ്രശാന്ത് രാജുവിന് ജില്ലാ പ്രസിഡന്റ് ചാർജ് കൈമാറി. ചടങ്ങിൽ CM തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു. INDUC ജില്ലാ സെക്രട്ടറി രാജു ബേബി, ജോസ് മുത്തനാട്ട്, KC ബിജു, KD മോഹനൻ, ജോണി ചീരാങ്കുന്നേൽ, CS രാജപ്പൻ, രാജു വെട്ടിക്കൽ, ജോസ് ആനക്കല്ലിൽ, തങ്കച്ചൻ കാരക്കാവയലിൽ, രേവതി PG തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടൊപ്പം INDUC കട്ടപ്പന മണ്ഡലം ഓഫീസും അശോക കവലയിൽ ആരംഭിച്ചു. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയതോടെ ഉപ്പുതറ കൊച്ചീറ്റക്കാനം കരിമ്പനാൽപ്പടി റോഡ് നവീകരണം പേപ്പറിൽ ഒതുങ്ങി. ഇതോടെ പാത പൂർണ്ണമായും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി മാറി. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഉപ്പുതറ ബൈപ്പാസ് റോഡിൽ നിന്നും 6-ാം വാർഡ് വഴി കടന്നുപോകുന്ന കൊച്ചീറ്റക്കാനം കരിമ്പനാൽപ്പടി റോഡാണ് പൂർണ്ണമായി തകർന്നു കിടക്കുന്നത്. 5 കിലോമീറ്റർ നീളമുള്ള പാത 2 വർഷം മുൻപ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും പാത നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് റീബിൽഡ് കേരളയിൽ നിരവധി തവണ വിഷയം സംബന്ധിച്ച് പരാതി അറിയിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയായി ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പേൽ പറയുന്നു. ഈ 5 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് പൂർണ്ണമായും 2 വർഷം മുമ്പ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി. റീബിൽഡ് കേരള എന്ന നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളന്ന് ആൾക്കാരുടെ കൃഷിയിടത്തിലൂടെ കുറ്റിവെച്ച് പോയിട്ടുള്ളതും അവർ ഈ റോഡ് ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളവും നിരന്തരം ഞാൻ ബന്ധപ്പെട്ടിട്ടും അവരും ആ ഡിപ്പാർട്ട്മെൻറ്റും ഈ റോഡിൻ്റെ പണികൾ ദ്രുതഗതിയിൽ ചെയ്ത് ഈ പ്രദേശവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് ബന്ധപ്പെട്ട MLAയുടെ ശ്രദ്ധയിൽ ഞാൻ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഈ റോഡുകളുടെ നവീകരണ പ്രവർത്തനം റീബിൽഡ് കേരള വഴി പൂർത്തിയാക്കി പ്രദേശവാസികളുടെ യാത്രാക്ലേശം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളോട് അഭ്യർത്ഥിക്കുന്നു. പ്രാഥമികഘട്ട നടപടി സ്വീകരിച്ചതിനു ശേഷം റീബിൽഡ് കേരള ഉദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഒപ്പം പാതയിൽ കരിങ്ക് ഉൾപ്പെടെ നിർമ്മിക്കാൻ ഇറിഗേഷൻ വകുപ്പ് പരിശോധന നടത്തി 15 ലക്ഷം രൂപ അനുവദിച്ചതല്ലാതെ നടപടികൾ ഉണ്ടായിട്ടില്ല.
ഇത്തരത്തിൽ വിവിധ നിർമ്മാണ ചുമതല വഹിക്കുന്ന വകുപ്പുകൾ പ്രാഥമികഘട്ട പ്രവർത്തനങ്ങൾ മാത്രം നടത്തി പോകുന്നതോടെ പൊതുജനങ്ങളാണ് വലയുന്നത്. നിലവിൽ പാത പൂർണ്ണമായി തകർന്ന കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിക്കഴിഞ്ഞു. ഇതോടെ മേഖലയിലെ നിരവധിയായ കുടുംബങ്ങൾ ഏറെ ക്ലേശം സഹിച്ചാണ് യാത്ര ചെയ്യുന്നത്. അടിയന്തരമായി പാതയുടെ നവീകരണം ബന്ധപ്പെട്ട വകുപ്പുകൾ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സ് ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കൊമേഴ്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് നിർവഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് ഫെസ്റ്റ് നടത്തിയത്. ജില്ലയിലെ 150-നടുത്ത വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. അക്കൗണ്ടിംഗ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കൊമേഴ്സ് ക്വിസ് തുടങ്ങിയവയായിരുന്നു മത്സരങ്ങൾ. ആക്ട് ജില്ലാ പ്രസിഡന്റ് ബിജു തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ സജിൻ സ്കറിയ, സജിമോൻ KJ, സിബി ജോസ്, മാർട്ടിൻ ജോസഫ്, മഞ്ജു വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ +1 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ ജില്ലയിലെ കൊമേഴ്സ് വിദ്യാർത്ഥികളായ അനുലക്ഷ്മി P. പ്രസന്നൻ, അമല സച്ചി, ദീപ്തി റോയിസ് എന്നിവരെ പരിപാടിയുടെ ഭാഗമായി ആക്ട് ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു. കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടന്നു. വെള്ളിയാങ്കുടിയിൽ നിന്നും കട്ടപ്പന ടൗൺ ചുറ്റി നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നവീകരണം പൂർത്തിയായ വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിന്റെ പുനർകൂദാശിയും വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളുമാണ് ഡിസംബർ 29 മുതൽ ജനുവരി 7 വരെ ആഘോഷിക്കുന്നത്. നവീകരിച്ച ദേവാലയത്തിന്റെ പുനർകൂദാശാകർമ്മം ഇടുക്കി രൂപതാമെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിച്ചിരുന്നു. ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ഉമിക്കുന്നേൽ, കൈക്കാരന്മാരായ ഷാജി കൈതക്കുളം, CM മത്തായി ചേലക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദക്ഷിണം ദേവാലയത്തിലെത്തിയപ്പോൾ നടന്ന കരിമരുന്ന് കലാപ്രകടനവും ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോയും വ്യത്യസ്തമായിരുന്നു. സമാപന ദിവസം ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരം മേഘ്നയും തൃശൂർ കലാസദസ്സും ചേർന്ന് നടത്തുന്ന ഗാനമേളയും നടന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം വൃന്ദവാദ്യത്തിന് ഇടുക്കി ജില്ലയ്ക്ക് A ഗ്രേഡ്. ഇടുക്കി ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന പരിശീലകനായ ബാബു വെള്ളിലാങ്കണ്ടമാണ് കുട്ടികളെ വൃന്ദവാദ്യം പരിശീലിപ്പിച്ചത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ അഭിനവ് CT, അഭിജിത്ത് അഭിലാഷ്, ഡാരിയോ ജോർജ്, ജീൻ, ദിയ ജിൻസ്, ജിബിൻ മാത്യു, ജിൽഷ സിഫാന റഫീഖ്, യായൽ റേച്ചൽ ജോർജ് എന്നിവരാണ് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തത്. ഇടുക്കി ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന പരിശീലകനായ ബാബു വെള്ളിലാങ്കണ്ടമാണ് കുട്ടികളുടെ പരിശീലകൻ. മുൻവർഷങ്ങളിലും ബാബു വെള്ളിലാംകണ്ടത്തിന്റെ പരിശീലനത്തിൽ വയലിൻ, കഥാപ്രസംഗം, വൃന്ദവാദ്യം, സംഘഗാനം തുടങ്ങിയ ഇനങ്ങളിൽ സംസ്ഥാന തലത്തിൽ കുട്ടികൾ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്.
ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വാളറ വെള്ളച്ചാട്ടത്തിന്റെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യം. വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തെത്തി ഭംഗി ആസ്വദിക്കാൻ അവസരമൊരുക്കിയാൽ സഞ്ചാരികളെ ആകർഷിക്കാനാകും. ഇത്തരം സാധ്യതകൾ പരിഗണിച്ച് പദ്ധതി ഒരുക്കണമെന്നാണ് ആവശ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ ഇഷ്ടകാഴ്ചകളിൽ ഒന്നാണ് വാളറ വെള്ളച്ചാട്ടം. വാളറ ടൗണിൽ ദേശീയപാതയിൽ നിന്നാണ് സഞ്ചാരികൾ ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത്. വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ദേശീയപാതയിൽ നിന്നും അധിക ദൂരത്തല്ലാതെയുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കൽവർട്ട് പണിത് കഴിഞ്ഞപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇറങ്ങിപ്പോകാനുള്ള സൗകര്യവും വഴി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ പല പ്രോജക്റ്റും പോർച്ചുകാരെങ്ങനെ പണിയാമെന്ന് പറഞ്ഞെങ്കിലും പണിയൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഈ ടൂറിസ്റ്റുകൾക്ക് അവിടെ ഇറങ്ങി പോവുകയാണെങ്കിൽ ഈ വേറെ അപകടമില്ലാത്ത രീതിയിൽ കുളിക്കാനും അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഈ വാളറ വെള്ളച്ചാട്ടം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും അതിൻ്റെ അടിയിൽ ചെന്ന അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ് ഈ വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ അടിവശം. മഴക്കാലത്താണ് വാളറ വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരമാകുന്നത്. വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വനഭംഗിയും സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. ദേശീയപാതയിൽ നിന്നും ആളുകൾക്ക് വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്തെത്തി ഭംഗി ആസ്വദിക്കുവാനും കുളിക്കുവാനും ചിത്രം പകർത്താനുമൊക്കെ അവസരമൊരുക്കിയാൽ സന്ദർശകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടും. പ്രവേശന ഫീസ് ഈടാക്കിയാൽ മെച്ചപ്പെട്ട വരുമാനവും കണ്ടെത്താം. ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതിനായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീജ്വാല പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേസിൽ ഇരയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട സർക്കാർ പ്രതിയുടെ കാവലാളാകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപണം. വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച കേസിൽ പ്രതി പാൽരാജിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. FIR-ൽ പറയുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പാൽരാജ് പ്രകോപനമുണ്ടാക്കുകയായിരുന്നു എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് പാൽരാജിന്റെ കുടുംബം രംഗത്ത്. ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിൽ. ഡോക്ടർമാരുടെ കുറവും മരുന്നുകളുടെ അഭാവവും ആദിവാസി തോട്ടം മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെന്ന ആവശ്യത്തോട് ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥ കാട്ടുകയാണെന്നും ആരോപണം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതി നടത്തിയ തട്ടിപ്പിനിരയായവർ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും പരാതിയുമായി രംഗത്ത്. വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പരാതി നൽകിയിരുന്നത് കാഞ്ചിയാർ സ്വദേശിനി സിന്ധു മനോജിനെതിരെ. ഇവർ തട്ടിയെടുത്തത് 15ലധികം പേരിൽ നിന്നായി 20 ലക്ഷത്തിലധികം രൂപയെന്ന വിവരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.